ഈ സമരത്തിൻ്റെ ധാർമ്മികത മനസ്സിലാക്കാൻ കഴിയുന്ന മതവിശ്വാസികളും രാഷ്ട്രീയ വിശ്വാസികളും മലപ്പുറത്ത് കൂടി വരുന്നുണ്ട്. ഈ സത്യാഗ്രഹത്തിന് പലയിടത്തും വലിയ അംഗീകാരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശുഭപ്രതീക്ഷയിലാണ് ഈ സത്യാഗ്രഹത്തിന് ഒരു സൽഫലമുണ്ടാകും. ഏതൊരു സൽക്കർമ്മത്തിനൊരു സൽഫലമുണ്ടെന്ന് വിശുദ്ധ മതഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുമുണ്ട്. ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. മാത്രവുമല്ല, സത്യാഗ്രഹം പെട്ടെന്ന് വിജയിച്ചോ ഇല്ലയോ എന്നല്ല, ഓരോ ദിവസവും മദ്യനിരോധന സത്യാഗ്രഹത്തിന് വിജയമാണ്. തളരാതെ ഓരോ താലൂക്കിൽ നിന്നും സത്യാഗ്രഹികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വലിയ പരിപാടി നടക്കുന്നു. പത്രമാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ താങ്കൾ കണ്ടില്ലേ, മദ്യം കൊണ്ടുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും വർദ്ധിച്ചു വരികയാണ്. മിനിഞ്ഞാന്ന് തന്നെ ഈ മലപ്പുറം ജില്ലയിൽ 2 കാട് വെട്ട് തൊഴിലാളികൾ ഒരു മോട്ടോർ ബൈക്കിൽ പോയി പറഞ്ഞെന്തോ പിണങ്ങി ഒരുത്തൻ മറ്റവനോട് ഇറങ്ങി കാട് വെട്ട് യന്ത്രം വാങ്ങി കഴുത്ത് വെട്ടി. ഇതൊക്കെ മുഖ്യമന്ത്രി പറയും ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷി നേതൃത്വങ്ങളെപ്പോലും അതൊന്നും പിടിച്ചു ഉലയ്ക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖം.